ഞാൻ ലക്ഷ്മി കൃഷ്ണൻ, ഒരു സ്കിൻ കെയർ എന്തൂസിയാസ്റ്റ് ആണ്. ഇത് നമ്മൾ വന്നേക്കുന്ന Q&Aയുടെ രണ്ടാമത്തെ എപ്പിസോഡായിട്ടാണ്. അപ്പൊ അതിന്റെ അടിയിൽ തന്നെ ഒരുപാട് പേര് ഒരുപാട് ഡൗട്ടുകൾ ചോദിച്ചിട്ടുണ്ട്. ആ ഡൗട്ട്സ് പിന്നെ ജനറൽ ആയിട്ട് അല്ലാണ്ട് ചോദിച്ച കുറെ ഡൗട്ട്സ് ഒക്കെയാണ് നമ്മൾ ഇനി ക്ലിയർ ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു എക്സ്ഫോളിയേഷൻ എന്താണ്. എക്സ്ഫോളിയേഷൻ എന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്നിന്റെ ഔട്ടർ ലെയറിലുള്ള ഡെഡ് സ്കിൻ റിമൂവ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എക്സ്ഫോളിയേഷൻ എന്ന് പറയുന്നത്. പ്രധാനമായിട്ട് രണ്ട് ടൈപ്പ് എക്സ്ഫോളിയേഷൻ ആണ് ഉള്ളത്: കെമിക്കൽ എക്സ്ഫോളിയേഷൻ, ഫിസിക്കൽ എക്സ്ഫോളിയേഷൻ. ഫിസിക്കൽ എക്സ്ഫോളിയേഷനിൽ വരുന്നതാണ് നമ്മുടെ സ്ക്രബുകൾ, നമ്മുടെ ഫേസ് സ്ക്രബുകളിൽ അത്, അല്ലെങ്കിൽ നമ്മൾ ഫേസ് വാഷിംഗ് ബ്രഷസ് ഒക്കെ ഫിസിക്കൽ എക്സ്ഫോളിയേഷനിൽ വരുന്നതാണ്. പിന്നെ നമ്മുടെ നോർമൽ ആയിട്ടുള്ള ഈ DAV പാക്കുകളും ഒരു മൈൽഡ് ആയിട്ടുള്ള എക്സ്ഫോളിയേഷൻ നടത്തുന്നുണ്ട്. നമ്മൾ കെമിക്കൽ എക്സ്ഫോളിയേഷനിലോട്ട് പോവുകയാണെങ്കിൽ അവിടെ HAs, BHAs, PHAs ഒക്കെയാണ് വരുന്നത്. ഫിസിക്കൽ എക്സ്ഫോളിയേഷൻ എങ്ങനെയാണ് വർക്ക് ചെയ്യണതെന്ന് വെച്ചാൽ, ബ്രഷസ് ആണെങ്കിൽ അത് നമ്മുടെ പോസിന്റെ അകത്ത് പോയി ക്ലെൻസ് ചെയ്യാം. അത്രയ്ക്കും ചെറിയ ബ്രഷസ് ഒന്നും ഇല്ല. നമ്മുടെ ഔട്ടർ ലെയറിൽ ഒരു ബ്രഷ് ചെയ്ത നമ്മൾ ടൂത്ത് ബ്രഷ് യൂസ് ചെയ്യുന്ന സെയിം പ്രൊസീജിയർ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആ ബ്രഷസിനോട് അത്ര ഒരു ഇത് ചെയ്യാത്തതും. സിലിക്കോൺ ആകുമ്പോൾ വീണ്ടും കുറച്ചൊരു മൈൽഡ്നെസ് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഞാൻ ഒരു ബ്രഷ് അത്ര അധികം റെക്കമെൻഡ് ചെയ്യുന്ന സാധനമല്ല. ഫേസ് വാഷ് നമ്മുടെ കൈയാണ് ഏറ്റവും ബെസ്റ്റ്, ക്ലീൻ ആയിട്ടുള്ള ഹാൻഡാണ് ഏറ്റവും ബെസ്റ്റ്. പിന്നെ നമ്മൾ അടുത്ത ഫിസിക്കൽ എക്സ്ഫോളിയേഷൻ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് സ്ക്രബുകൾ. സ്ക്രബുകൾ എന്ന് വെച്ചാൽ അതിനകത്ത് തരിതരിയുള്ള പാർട്ടിക്കിൾസ് ഇല്ല. ഈ പാർട്ടിക്കിൾസ് ആണ് നമ്മുടെ പ്രധാന പ്രശ്നം. എന്തെന്ന് വെച്ചാൽ ഈ പാർട്ടിക്കിൾസ് ഒരിക്കലും കറക്റ്റ് ആയിട്ടുള്ള ഈക്വൽ യൂണിഫോം സൈസിലുള്ള സാധനമായിരിക്കും. ഇതിൽ പല സൈസിലായിരിക്കും. മാത്രമല്ല ഇതിന്റെ എഡ്ജസ് എപ്പോഴും റൗണ്ട് ആയിട്ട് നമ്മൾ കാണുമ്പോൾ റൗണ്ട് ആയിട്ട് തോന്നുമെങ്കിലും ഈ എഡ്ജസ് ഒക്കെ ഭയങ്കര ഷാർപ്പ് ആയിരിക്കും, പ്രത്യേകിച്ച് വാൾനട്ട് സ്ക്രബുകളുടെ ഒക്കെ. അപ്പൊ ഉണ്ടാവുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ സാധനം ഒരു സർക്കുലർ മോഷനിൽ കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ സ്കിന്നിൽ യൂസ് ചെയ്യുമ്പോൾ മൈക്രോട്ടിയർ വരും. ഈ മൈക്രോട്ടിയർ ഹൈപ്പർ പിഗ്മെന്റേഷനും നമ്മുടെ സ്കിൻ ബാരിയർ ഡാമേജ് ആവും. ഇതെങ്ങനെ നന്നായിട്ട് മനസ്സിലാക്കാന്ന് വെച്ചാൽ, നമ്മൾ നമ്മൾ നോർമലി നമ്മളൊരു സ്കിൻ കെയർ റൂട്ടീൻ കൺവെൻഷനൽ ആയിട്ട് മലയാളികളൊക്കെ ചെയ്യുന്നതെന്ന് വെച്ചാൽ സ്ക്രബ് ചെയ്യും, അതിനുശേഷം വിറ്റാമിൻ സി സെറം ഒക്കെ യൂസ് ചെയ്യും. ഈ വിറ്റാമിൻ സി സെറം അല്ലെങ്കിൽ നമ്മൾ ലെമൺ ജ്യൂസ് ഒക്കെ ഡയറക്റ്റ് ഫേസിലോട്ട് ഇടുമ്പോൾ നമുക്ക് ചെറിയ എരിച്ചിൽ വരത്തില്ലേ. ഈ എരിച്ചിൽ വരുന്നത് നമ്മുടെ സ്കിന്നിൽ ചെറുതായിട്ട് മുറിവ് ഉള്ളതുകൊണ്ടാണ്. നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല, പക്ഷെ ചെറിയ മുറിവായിരിക്കും. അപ്പം പ്രത്യേകിച്ച് നമ്മുടെ സ്കിൻ ഓഫ് കളറിൽ ഉള്ള ആൾക്കാരാണ് നമുക്ക് പെട്ടെന്ന് ഹൈപ്പർ പിഗ്മെന്റേഷൻ വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ ഫിസിക്കൽ എക്സ്ഫോളിയേഷൻ അത്ര നല്ലതല്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. രണ്ടാമത്തെ കെമിക്കൽ എക്സ്ഫോളിയേഷൻ. കെമിക്കൽ എക്സ്ഫോളിയേഷനിലും അഡ്വേഴ്സ് എഫക്ട്, അതായത് ഒരു ചീത്ത വശം ഇല്ലെന്ന് വെച്ചാൽ ഉണ്ട്. അതെന്തൊക്കെയാന്ന് ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് എന്താണ് കെമിക്കൽ എക്സ്ഫോളിയേഷൻ എന്ന് പറഞ്ഞുതരാം. കെമിക്കൽ എക്സ്ഫോളിയേഷനിൽ ഞാൻ പറഞ്ഞ പോലെ ഉണ്ടാവുന്നത് HAs, BHAs, PHAs ആണ്. HAs വരുന്നത് നമ്മുടെ ലാക്ടിക് ആസിഡ്, ഗ്ലൈക്കോളിക് ആസിഡ് ഒക്കെയാണ്. BHAs വരുന്നത് സാലിസിലിക് ആസിഡ് ആണ്. പിന്നെ AHAs കൂടുതലും വാട്ടർ സോല്യൂബിൾ ആയിട്ടുള്ള ആസിഡ്സ് ആണ്. അതായത് ഡ്രൈ സ്കിൻകാർക്കൊക്കെ നല്ലതാണ്. പിന്നെ ഹൈപ്പർ പിഗ്മെന്റേഷൻ ഒക്കെ മാറ്റാനും ഏറ്റവും നല്ലത് HAs ആണ്. BHAs ഉണ്ടായി വരുന്നതാണ് സാലിസിലിക് ആസിഡ്, മെന്റലിക് ആസിഡ് ഒക്കെ. ഇതൊക്കെയെന്ന് വെച്ചാൽ നമ്മൾ ഓയിൽ സോല്യൂബിൾ ആയിട്ടുള്ള ആസിഡ്സ് ആണ്. അതായത് നമ്മുടെ പോസ്റ്റിൽ ഓയിൽ പ്രൊഡക്ഷൻ കൺട്രോൾ ചെയ്യാനും വൈറ്റ് ഹെഡ്സിനെയും ബ്ലാക്ക് ഹെഡ്സിനെയും മാറ്റാനും ഏറ്റവും നല്ലത് സാലിസിലിക് ആസിഡ് ആണ്. പിന്നെ PHAs, ഇത് ഏറ്റവും കൂടുതൽ നല്ലത് എല്ലാ ഓവറോൾ വർക്ക് ചെയ്യുന്ന സാധനം ഏറ്റവും കൂടുതൽ നല്ലത് സെൻസിറ്റീവ് സ്കിൻകാർക്കാണ്. കാരണം ഇതൊരു മൈൽഡ് ആയിട്ടുള്ള എക്സ്ഫോളിയേഷൻ ആണ് PHAs തരുന്നത്. കോമൺ ആയിട്ട് നമ്മൾ കെമിക്കൽ എക്സ്ഫോളിയേഷൻ ഇത് മൂന്നും കൂടി ഒരുമിച്ചായിട്ടായിരിക്കും വരുന്നത്. PHAs പീലിംഗ് സൊല്യൂഷൻ എന്ന് പറഞ്ഞിട്ടായിരിക്കും വരുന്നത്. ഇത് നമ്മൾ ഒരിക്കലും യൂസ് ചെയ്യുമ്പോൾ തന്നെ ഓർഡിനറിയുടെ 30% മിനിമലിസ്റ്റിന്റെ 30% ഒന്നും വാങ്ങിച്ച് ഉപയോഗിക്കരുത്. നമുക്ക് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം നമ്മുടെ സ്കിന്നിന് അത് അത്രയും ടോളറേറ്റ് ചെയ്യാൻ പറ്റണം എന്നില്ല. സോ സ്റ്റാർട്ട് വിത്ത് ഏറ്റവും ലോ കോൺസെൻട്രേഷനിലുള്ള ഏതെങ്കിലും ഒരു പീലിംഗ് സൊല്യൂഷൻ വാങ്ങിച്ചിട്ട് യൂസ് ചെയ്യുക നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ. പിന്നെ യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇതിന് ഏറ്റവും വലിയ ഡിഫക്റ്റിലായിട്ട് വരുന്നത്. കാരണം യൂസ് ചെയ്യുമ്പോൾ നമുക്ക് പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ഫസ്റ്റ് നിങ്ങൾക്ക് പാച്ച് ടെസ്റ്റ് ചെയ്യുക, അതായത് നിങ്ങളുടെ ചെവിയുടെ ബേക്കിൽ ചെറിയൊരു തുള്ളി തേച്ച് വെക്കുക. 2 to 3 അവർ കഴിയുമ്പോൾ ഇറിറ്റേഷൻസ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ അതാണ് നമ്മൾ പാച്ച് ടെസ്റ്റ് എന്ന് പറയുന്നത്. രണ്ടാമത്തേന്ന് വെച്ചാൽ നിങ്ങൾ ഇത് നൈറ്റിൽ മാത്രമേ യൂസ് ചെയ്യാവുള്ളൂ, ഡേ ടൈമിൽ യൂസ് ചെയ്യാൻ പാടില്ല. നൈറ്റിൽ യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ പിന്നെ പിറ്റേന്ന് രാവിലെ മാക്സിമം നമ്മൾ പുറത്ത് പോവാത്ത ദിവസങ്ങളിൽ മാത്രമേ നൈറ്റ് യൂസ് ചെയ്യാവുള്ളൂ. മാക്സിമം 2 ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ മതി ഇത്. അല്ലെങ്കിൽ മാസത്തിൽ ഒരു ദിവസമാണ് ബിഗിനേഴ്സ് ചെയ്യുന്നതിലും അത് ഏറ്റവും നല്ലത്. അങ്ങനെ ഒന്ന് ചെയ്യുക. അല്ല എല്ലാ ആഴ്ചയും നമുക്ക് കെമിക്കൽ എക്സ്ഫോളിയേഷൻ ചെയ്യണമെന്ന് നിർബന്ധമില്ല. നമ്മളൊരു പ്രോപ്പർ ആയിട്ടൊക്കെ ചെയ്തു വരുമ്പോൾ നമുക്ക് അങ്ങനെ ഫീൽ ആവും. ഞാനൊക്കെ 2 ആഴ്ചയിൽ ഒരു ദിവസം മാത്രം കെമിക്കൽ എക്സ്ഫോളിയേഷൻ ചെയ്യുന്ന ആളാണ്, അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പൊ അങ്ങനെ ചെയ്താൽ മതി. മാക്സിമം പുറത്ത് പോവാത്ത ദിവസങ്ങളിൽ രാത്രി ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. പക്ഷെ എന്തായാലും പിറ്റേന്ന് രാവിലെ മാക്സിമം സൺ പ്രൊട്ടക്ഷൻ യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. പിന്നെ ഇത് യൂസ് ചെയ്യുന്നതിന്റെ അന്ന് രാത്രി വിറ്റാമിൻ സി, റെറ്റിനോൾ, വേറെ സാലിസിലിക് ആസിഡ് സെറം ഇതൊന്നും യൂസ് ചെയ്യേണ്ട. നയാസിനമൈഡ് സെറം, കോജിക് ആസിഡും അസലിക് ആസിഡ് ഒന്നും യൂസ് ചെയ്യുന്നതുകൊണ്ട് തെറ്റില്ല. പക്ഷെ ഞാൻ ബേസിക്കലി എൻ്റെ പേഴ്സണലായിട്ട് ഞാൻ ചെയ്യുമ്പോൾ ഞാൻ ഇതെല്ലാം സ്കിപ്പ് ചെയ്തിട്ട് ഓൺലി ഹൈഡ്രേറ്റിങ്സ്, എൻ്റെ ഏറ്റവും ഹൈഡ്രേറ്റ് ആയിട്ട് ഞാൻ ലെനീജിന്റെ ടോണറാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ എൻ്റെ കോസറെക്സിന്റെ എസൻസ്, എൻ്റെ മോയ്സ്ചറൈസറും
അല്ലെങ്കിൽ പിന്നെ എൻ്റെ ഫേഷ്യൽ ഓയിൽ. ഇത്രയാണ് ഞാൻ ബേസിക്കലി യൂസ് ചെയ്യുന്ന എൻ്റെ എക്സ്ഫോളിയേഷൻ പ്രൊസീജിയർ. കൂടുതലായിട്ട് അറിയണമെങ്കിൽ ഐക്കാർഡി വീഡിയോ എടുക്കാം, ഞാൻ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ള വീഡിയോ ഞാൻ കൊടുക്കാം, അതൊന്ന് കയറി കണ്ടു നോക്കുക. അപ്പം നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും. ആ വീഡിയോയിൽ ഞാൻ ഓയിൽ യൂസ് ചെയ്യുന്നില്ല, കാരണം ഞാൻ ഫേഷ്യൽ ഓയിൽ യൂസ് ചെയ്തിട്ട് ഇപ്പോൾ കുറച്ച് നാളെ ആയിട്ടുള്ളൂ. അപ്പോൾ അതാണ് എക്സ്ഫോളിയേഷൻ. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകും. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആയിരുന്നു റെറ്റിനോളും മിനോക്സിഡിലും ഒരുമിച്ച് ഉപയോഗിക്കാൻ പറ്റുമെന്ന്. റെറ്റിനോളും മിനോക്സിഡിലും ഒരുമിച്ചൊക്കെ ഉപയോഗിക്കാം, സീനൊന്നും ഇല്ല. പക്ഷെ സംഭവം എന്തെന്ന് വെച്ചാൽ മിനോക്സിഡില് ഒരു പ്രിസ്ക്രിപ്ഷൻ മെഡിക്കേഷൻ ആണ്. അതിന് 2 റീസൺ ഉണ്ട്. ഒന്ന്, ഇത് ഹെയർ ലോസിന് യൂസ് ചെയ്യും, പക്ഷെ ഇത് ആന്റി ഹൈപ്പർടെൻസീവ് ആയിട്ടുള്ള ഒരു മെഡിക്കേഷൻ ആണ്. ഇപ്പൊ നിങ്ങൾ ഫാർമക്കോളജി ഒക്കെ പഠിക്കുന്ന ആളാണെങ്കിൽ മനസ്സിലായി. ഞാൻ ഫസ്റ്റ് ഈ സാധനം കേൾക്കുമ്പോൾ ഹെയർ ലോസിന്റെ വീഡിയോ കാണുന്നത് നീ ഇത് എവിടെ കേട്ടിട്ടുണ്ട്, അങ്ങനെ പോയി ഫാർമക്കോളജി ബുക്ക് എടുത്ത് നോക്കിയപ്പോഴാണ് ആന്റി ഹൈപ്പർടെൻഷൻ്റെ അണ്ടർ പേര് എൻ്റെ അണ്ടറിൽ കണ്ടത്. അപ്പോഴാണ് മനസ്സിലായത് ഇത് നമ്മൾ ആന്റി ഹൈപ്പർടെൻസീവ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഡ്രഗ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഹെയർ ലോസിന് യൂസ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ബേസിക്കലി ഡെർമറ്റോളജിസ്റ്റിൽ ഹെയർ ലോസിന് വേണ്ടി യൂസ് ചെയ്യുന്ന മെഡിക്കേഷൻ തന്നെയാണ്. പക്ഷെ ഇത് ആന്റി ഹൈപ്പർടെൻഷൻ കൂടെ ആയതുകൊണ്ട്, അതായത് നമ്മൾ ഹൈ ബ്ലഡ് പ്രഷറിനും കൂടെയൊക്കെ യൂസ് ചെയ്യുന്നതുകൊണ്ട് ഞാൻ പറയുന്നത് എപ്പോഴും മെഡിക്കേഷൻ ഡോക്ടറിന്റെ പ്രിസ്ക്രിപ്ഷൻ അണ്ടറിൽ യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അവരില്ലെങ്കിൽ അവരുടെ ഗൈഡൻസിന്റെ അണ്ടറിൽ യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. ഒരുമിച്ച് ഉപയോഗിക്കുന്നതുകൊണ്ട് തെറ്റില്ല, പക്ഷെ ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്താൽ മാത്രം ഒരുമിച്ച് ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം ഇങ്ങനെ പ്രശ്നമുണ്ട്. പിന്നെ നിങ്ങൾക്ക് പെറ്റായിട്ട് ക്യാറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അവരെ ഇത് അഡ്വേഴ്സ് ആയിട്ട് അഫക്റ്റ് ചെയ്യും. കാരണം അവർക്കും ഇതൊരു പ്രശ്നം ഉള്ളതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത് ഡോക്ടറിന്റെ പ്രിസ്ക്രിപ്ഷൻ അണ്ടറിൽ യൂസ് ചെയ്യുക. പിന്നെ പെറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ദൂരെ മാറ്റി നിർത്തുക, ഇതൊക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു സൈഡ് എഫക്റ്റ് ആണ് ഇതിന്റെ. ഇനി എന്താണ് റെറ്റിനോൾ എന്ന് കൂടെ ഞാൻ പറഞ്ഞുതരാമേ. കാരണം ഈ റെറ്റിനോളും ട്രെറ്റിനോയിലും തമ്മിൽ ആൾക്കാർക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ട്. ജനറൽ ക്വസ്റ്റ്യനിൽ വന്നൊരു കാര്യമാണ് ഞാൻ ട്രെറ്റിനോയിൻ യൂസ് ചെയ്യുമ്പോൾ എനിക്ക് അഡാപ്റ്റീൻ യൂസ് ചെയ്യാമോ എന്നുള്ളത്. അപ്പൊ അതും കൂടെ ചേർത്തിട്ട് ഞാൻ പറഞ്ഞുതരാം. റെറ്റിനോളും അഡാപ്റ്റീനും റെറ്റിനാളും ഒക്കെ ഒരു സാധനമാണ്. വിറ്റാമിൻ എയുടെ കുറെ ഡെറിവേറ്റീവ്സ് ആണ്. അതായത് ട്രെറ്റിനോയിൻ നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് പ്രിസ്ക്രിപ്ഷൻ അണ്ടറിലാണ്, കാരണം ഇത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു വിറ്റാമിൻ എ ഡെറിവേറ്റീവ് ആണ്. പക്ഷെ റെറ്റിനോൾ അല്ലെങ്കിൽ റെറ്റിനാളൊക്കെ എന്ന് പറയുന്നത് കുറച്ച് മൈൽഡ് ആയിട്ടുള്ള സാധനമാണ്, നോൺ പ്രിസ്ക്രിപ്ഷൻ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ്. അഡാപ്റ്റീനും ഒരു തരത്തിലുള്ള വിറ്റാമിൻ ആണ്. ഇത് നമ്മൾ പ്രിസ്ക്രിപ്ഷൻ മെഡിക്കേഷനിലാണ് അണ്ടറിൽ വരുന്നതാണ്. കാരണം ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്ത് നമ്മുടെ സ്കിന്നിന്റെ തിക്നെസ് ഒക്കെ വെച്ച് ഡോക്ടറാണ് ഇത് എത്രത്തോളം യൂസ് ചെയ്യണം എന്ന് പറഞ്ഞു തരേണ്ടത്. നമ്മൾ റെറ്റിനോൾ എപ്പോഴും യൂസ് ചെയ്യുന്നത് ഒരു 24 ഏജിന് മുകളിലായിട്ടുള്ള ആൾക്കാർക്കാണ്. കാരണം അപ്പോൾ മാത്രമേ നമുക്ക് കൊളാജിന്റെ കാരണം റെറ്റിനോളിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ഫംഗ്ഷൻ എന്ന് വെച്ചാൽ കൊളാജിൻ ടേൺ ഓവർ ഇൻക്രീസ് ചെയ്യാന്നുള്ളതാണ്. ഫൈൻ ലൈൻസ് റിങ്കിൾസും ഒക്കെ തടയാനായിട്ട് ഒരു പരിധി വരെ ഹെൽപ്പ് ചെയ്യും. പക്ഷെ ബോട്ടോക്സിന്റെ എഫക്റ്റ് ഒന്നും കിട്ടത്തില്ല. അത് വേറൊരു ടോപ്പിക്കാണ്, ഞാൻ അങ്ങോട്ട് കടക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ആന്റി ഏജിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ റെറ്റിനോൾ, ഈ കൊളാജിൻ ടേൺ ഓവർ ഇൻക്രീസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മൾ ആന്റി ഏജിങ്ങിന് യൂസ് ചെയ്യും. പിന്നെ വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും ഉണ്ടെങ്കിൽ അവർക്ക് നമ്മൾ റെറ്റിനോൾ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും. കാരണം നമ്മുടെ ആ ഒരു മൈൽഡ് ആയിട്ട് എക്സ്ഫോളിയേഷൻ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സ് റിമൂവ് ചെയ്യാനായിട്ട് പോർന്ന് ടൈറ്റ് ആക്കാനും ഹെൽപ്പ് ചെയ്യും. പിന്നെ മൂന്നാമത്തേന്ന് വെച്ചാൽ നമുക്ക് ഭയങ്കര നല്ലൊരു പിമ്പിൾസ് ഉണ്ടെങ്കിൽ നമ്മൾ റെറ്റിനോൾ യൂസ് ചെയ്താൽ കുഴപ്പം. കാരണം ഒരു എല്ലാത്തിനും കൂടെ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് റെറ്റിനോൾ. ആന്റി ഏജിങ് മാത്രമായിട്ട് യൂസ് ചെയ്യുന്നതല്ല. പിന്നെ നിങ്ങൾക്ക് ഫേസിൽ സ്കാറിങ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു പരിധി വരെ റെറ്റിനോൾ ഹെൽപ്പ് ചെയ്യും. പക്ഷെ ഭയങ്കര പിറ്റഡ് സ്കാറാണ്, ഭയങ്കര ഡീപ്പായിട്ട് പിറ്റിംഗ് ഒക്കെ ഉള്ളതാണെങ്കിൽ നമുക്ക് ഒരിക്കലും റെറ്റിനോൾ ഉപയോഗിച്ചിട്ടൊന്നും അല്ലെങ്കിൽ ട്രെറ്റിനോൾ ഉപയോഗിച്ചാലും മാറ്റാൻ പറ്റത്തില്ല. ടീനേജേഴ്സുകാർക്ക് അപ്പം റെറ്റിനോൾ യൂസ് ചെയ്തൂടെ എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇപ്പൊ 24 അണ്ടറിലുള്ള ആൾക്കാർക്ക് യൂസ് ചെയ്യാം, പക്ഷെ ഡോക്ടറിന്റെ പ്രിസ്ക്രിപ്ഷന്റെ അണ്ടറിൽ മാത്രം. അതാണ് റെറ്റിനോളും റെറ്റിനാളും അഡാപ്റ്റീനും ട്രെറ്റിനോയിനും ഒക്കെ ഉള്ള ഒരു പ്രത്യേകത. ഇനി അടുത്തെന്ന് വെച്ചാൽ ഞാൻ റെറ്റിനോൾ യൂസ് ചെയ്യുമ്പോൾ എനിക്ക് അഡാപ്റ്റീൻ യൂസ് ചെയ്യാമോ എന്നൊരു ക്വസ്റ്റ്യൻ വന്നാൽ ഞാൻ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നേ പറയുള്ളൂ. കാരണം എല്ലാം വിറ്റാമിനാണ്, എല്ലാം കൂടെ ഒരുമിച്ചിട്ട് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഏതെങ്കിലും ഒന്ന്, ഇപ്പൊ നിങ്ങൾ പ്രിസ്ക്രിപ്ഷൻ അഡാപ്റ്റീൻ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ബെസ്റ്റ് ആൻഡ് ഫെയർ അത് മാത്രം യൂസ് ചെയ്താൽ മതി. അതിന്റെ കൂടെ നിങ്ങൾ റെറ്റിനോളും കൂടെ യൂസ് ചെയ്യേണ്ട. യൂസ് ചെയ്താൽ എന്ത് സംഭവിക്കും എന്ന് വെച്ചാൽ സ്കിൻ പീലാവും, സ്കിൻ ബാരിയർ ഡാമേജ് ആവും. നമ്മൾ ഒന്നും ഓവർഡു ചെയ്യരുത്. സ്കിൻ കെയർ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യം അതാണ്. ഒന്നുകിൽ മിനിമലിസ്റ്റ് ആയിട്ടുള്ള സ്കിൻ കെയർ റൊട്ടീൻ ചെയ്യുക. ഫേസ് വാഷ്, മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ യൂസ് ചെയ്യുക. അതല്ലാന്നുണ്ടെങ്കിൽ അത്രയും ചെയ്യുക. ഒന്നും ഓവർഡു ചെയ്യരുത്. അല്ലെങ്കിൽ 2-3 സിറംസ് ആഡ് ചെയ്താലും കുഴപ്പമില്ല. ഒരേ ടൈപ്പിലുള്ള വിറ്റാമിൻ സിയുടെ 3 സിറം, വിറ്റാമിൻ എയുടെ തന്നെ 3 സിറം, നയാസിനമയുടെ തന്നെ 3 സിറം, അല്ലെങ്കിൽ മോയ്സ്ചറൈസർ അങ്ങനെ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഏത് ഇൻഗ്രീഡിയന്റ് ആണ് യൂസ് ചെയ്യുന്നത് അത് ഒറ്റ സ്റ്റെപ്പിന്റെ ആവശ്യമില്ല. അതാണ് ഈ സാലിസിലിക് ആസിഡ് ഫേസ് വാഷും മോയ്സ്ചറൈസറും സിറം കൂടെ ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് പെട്ടെന്ന് സ്കിൻ പീലാവുന്ന ഏതെങ്കിലും ഒന്ന് അത് മതി. നമ്മൾ വിറ്റാമിൻ എ അഡാപ്റ്റീൻ യൂസ് ചെയ്യുന്നെങ്കിൽ അത് മതി. അതിന്റെ കൂടെ റെറ്റിനോളും കൂടെ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. പിന്നെ റെറ്റിനോൾ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ വിറ്റാമിൻ സി, സാലിസിലിക് ആസിഡ്, ഗ്ലൈക്കോളിക് ആസിഡ് പോലെയുള്ള ആക്റ്റീവ്സ് നമ്മൾ ഒരിക്കലും റെറ്റിനോളിന്റെ കൂടെ യൂസ് ചെയ്യാൻ പാടില്ല. പക്ഷേ നിങ്ങൾക്ക് കോജിക് ആസിഡ്, അസലിക് ആസിഡ്, നയാസിനമൈഡ്, പെപ്റ്റൈഡ് ഒക്കെ
ആൽഫ ആർബിറ്റിനൊക്കെ കൂടെ യൂസ് ചെയ്യുന്നുണ്ട്, ട്രാൻഎക്സാമിക് ആസിഡൊക്കെ കൂടെ യൂസ് ചെയ്യുന്നുണ്ട്, തെറ്റില്ല. പിന്നെ നിങ്ങൾക്ക് റെറ്റിനോളിന്റെ എഫക്റ്റ് ഒന്ന് ഇൻക്രീസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് റെറ്റിനോളും നിയാസിനമൈഡും കൂടി ഉപയോഗിക്കാൻ കുഴപ്പമില്ല, റെറ്റിനോളും പെപ്റ്റൈഡും കൂടി യൂസ് ചെയ്യാൻ കുഴപ്പമില്ല. പിന്നെ നിങ്ങൾ ബ്രസ്റ്റ് ഫീഡിങ് ആണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ പ്രഗ്നന്റ് ആണെങ്കിൽ നിങ്ങൾ റെറ്റിനോൾ ഉപയോഗിക്കരുത്, റെറ്റിനോയിൻ ആണെങ്കിലും സ്റ്റോപ്പ് ചെയ്യുക. അതിന് പകരം നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ആൾട്ടർനേറ്റീവ് ആണ് ബക്കഷ്യൻ. അതിൻ്റെ ബേസ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഒരു ക്രീമോ സെറംസോ ഇന്ത്യയിൽ കുറവാണ്, സ്റ്റിൽ തപ്പിയാൽ കിട്ടും, അത് ഏതെങ്കിലും ഒന്ന് യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന അസലിക് ആസിഡ്, ഇതൊരു നല്ല ആന്റി ഏജിങ് മാത്രമല്ല, നമുക്ക് ചെറിയ മൂക്കുരൊക്കെ ഉണ്ടെങ്കിൽ കുറെ ഹൈപ്പർ പിഗ്മെന്റേഷൻ ഒക്കെ യൂസ് ചെയ്യാം, പ്രഗ്നൻസി സേഫ് ആണ്. അപ്പൊ അതാണ് മിനോക്സിഡിൽ റെറ്റിനോളും തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ. ഒരുമിച്ച് ഉപയോഗിക്കരുതെന്നേ ഞാൻ പറയൂ. ഒരുമിച്ച് ഉപയോഗിക്കുന്നെങ്കിൽ ഡോക്ടറിന്റെ പ്രിസ്ക്രിപ്ഷൻ ഉണ്ടല്ല. മിനോക്സിൽ യൂസ് ചെയ്യുന്ന ആൾക്കാർ എപ്പോഴും ശ്രദ്ധിച്ച് യൂസ് ചെയ്യുക. ഡോക്ടർ പ്രിസ്ക്രിപ്ഷനിൽ മാത്രമേ ഹെയർ ഗ്രോത്തിന് വേണ്ടി ഇത് യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഹെയർ ഗ്രോത്തിന് ഹെൽപ്പ് ചെയ്യുമെന്ന് വെച്ചാൽ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും, പക്ഷേ നമ്മുടെ ഹെയർ ഫോളിക്കിൾസ് ഓൾറെഡി ഡാമേജ്ഡ് ആണെങ്കിൽ അത് ഹെൽപ്പ് ചെയ്യത്തില്ല. അതുകൊണ്ടാണ് ഡോക്ടറിന്റെ അണ്ടറിൽ തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഹെയർ ലോസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഡോക്ടറിനെ കാണാം. നിങ്ങൾ ഹെയർ ഫോളിക്കിൾസ് സ്റ്റിൽ എലൈവ് ആണോ എന്ന് നോക്കുക. കാരണം ഹെയർ ഗ്രോത്ത് ഉണ്ടാക്കാൻ പറ്റുന്ന ഹെയർ ഫോളിക്കിൾസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഇതൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വരും. പിന്നെ നിങ്ങൾ ഡെർമാറോളോസ് യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും ഡോക്ടറിന് ഇതിൽ യൂസ് ചെയ്യുക. കാരണം നമ്മൾ പ്രോപ്പർ ആയിട്ട് അത് യൂസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ നമ്മുടെ ഹെയർ ഫോളിന് വേണ്ടിയിട്ട് അത് റീസൺ ആയിട്ട് വരും. അതുകൊണ്ടാണ്. പിന്നെ നല്ല കുറെ ഹെയർ ഗ്രോത്ത് സിറംസ് ഉണ്ട്, അത് ഏതെങ്കിലും യൂസ് ചെയ്താൽ നല്ലതാണ്. മിനിമലിസ്റ്റ്, വിഷ് കെയർ, ബി ബോഡി വേസ്റ്റിലൊക്കെ നല്ല ഹെയർ ഗ്രോത്ത് സിറംസ് ഉണ്ട്, വലിയ സ്റ്റിക്നെസ് ഒന്നും ഇല്ലാത്തതാണ്. പിൽഗ്രിമിലും ഉണ്ട്, പക്ഷെ പിൽഗ്രിമിന്റെ കുറച്ച് സ്റ്റിക്കിയാണ്, സ്റ്റിൽ നമുക്ക് സംഭവം ഫലമായിട്ട് കിട്ടും. അപ്പൊ ഇത്രയാണ് മിനോക്സിഡിൽ റെറ്റിനോളിനെ പറ്റിയും ഹെയർ ഗ്രോത്തിനെ പറ്റിയും പറയാനുള്ളത്. അടുത്ത അതിന്റെ അണ്ടറിലുണ്ടായിരുന്ന ക്വസ്റ്റ്യൻ ആയിരുന്നു പെർമനന്റ് ഗ്ലോ കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യണം എന്നുള്ളത്. പെർമനന്റ് ആയിട്ട് നമ്മൾ ഒരു സ്കിൻ കെയർ ചെയ്ത് നിർത്തി കഴിഞ്ഞാൽ നമുക്ക് ഒരു ഗ്ലോ കിട്ടിയിട്ട് നമ്മൾ സ്കിൻ കെയർ നിർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ഗ്ലോ കിട്ടത്തില്ല. പെർമനന്റ് ആയിട്ട് നിങ്ങൾക്ക് ഒരു ഗ്ലോ കിട്ടണമെങ്കിൽ സ്കിൻ കെയർ കണ്ടിന്യൂസ് ആയിട്ട് തന്നെ ചെയ്യണം. നമ്മുടെ സ്കിൻ കെയർ എന്ന് പറയുന്നത് നമ്മൾ വർക്കൗട്ട് പോലെയാണ്. നമ്മൾ വർക്കൗട്ട് ചെയ്തു നിർത്തി പിന്നെ നമ്മൾ പിന്നെ ഫുഡും ജങ്ക്സും ഒക്കെ കഴിച്ചാൽ നമ്മൾ ചെയ്ത ബോഡി പോകത്തില്ലേ, എക്സാക്ട്ലി സെയിം തന്നെയാണ് സ്കിൻ കെയറിന്റെ അണ്ടറിലും. നമ്മളിപ്പോൾ ഒരു സ്കിൻ കെയർ ചെയ്തത് നിർത്തിയെന്നും പറഞ്ഞാൽ നമുക്ക് ആ പെർമനന്റ് ഗ്ലോ നമ്മുടെ നഷ്ടപ്പെടും. കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ സ്കിൻ പെർമനന്റ് ആയിട്ടിരിക്കുന്ന സാധനമല്ല, അത് ഡെഡ് ആവും, പുതിയ സ്കിൻ വരും. ആ പുതിയ സ്കിന്നെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യണം. അപ്പോൾ നമ്മുടെ റിസൾട്ട് കിട്ടി എന്ന് പറഞ്ഞാൽ നിർത്തരുത്. നിങ്ങൾ കിട്ടിയ റിസൾട്ട് നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ എപ്പോഴും ഒരു ബേസിക് സ്കിൻ കെയർ തന്നെ ഫോളോ ചെയ്യുക. ഫേസ് വാഷ്, മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ ഫോളോ ചെയ്യുക. 100 സെറംസ് ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ യൂസ് ചെയ്യുന്ന ഫേസ് വാഷും മോയ്സ്ചറൈസറും സൺസ്ക്രീനും നമ്മുടെ സ്കിൻ ടൈപ്പ് അനുസരിച്ചിട്ട് വേണം സെലക്ട് ചെയ്യാൻ. അപ്പൊ എങ്ങനെയാണ് നമ്മൾ സ്കിൻ ടൈപ്പ് നോക്കണ്ടേന്ന് വെച്ചാൽ, ഫസ്റ്റ് നിങ്ങളെ കയ്യിലിരിക്കുന്ന ഏത് ഫേസ് വാഷ് ആണോ അത് വെച്ചിട്ട് നിങ്ങളെ ഫേസ് ഒന്ന് വാഷ് ചെയ്യാം. എന്നിട്ട് ഒരു 1 to 2 അവർ അല്ലെങ്കിൽ 30 to 2 hours വെയിറ്റ് ചെയ്യാം. വെയിറ്റ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ നിങ്ങൾ ഫേസ് ഒന്ന് ശ്രദ്ധിക്കുക. അപ്പൊ നിങ്ങളുടെ ഫേസിൽ ഒരുപാട് എണ്ണമയം തോന്നുന്നുണ്ടെങ്കിൽ ഫേസ് ഓൾ ഓവർ ആയിട്ട് അല്ലെങ്കിൽ ഒരു ടിഷ്യൂ പേപ്പർ എടുത്ത് ഒട്ടിച്ചു വെക്കുക. അപ്പൊ നല്ല രീതിയിൽ മുഖം മൊത്തം എണ്ണ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഓയിലി സ്കിൻ, മൂക്കിന്റെ ഭാഗത്ത് മാത്രമോ അല്ലെങ്കിൽ നെറ്റിയുടെ ഭാഗത്ത് മാത്രമോ അല്ലെങ്കിൽ ചീക്കിന്റെ ഭാഗത്ത് മാത്രമോ അല്ലെങ്കിൽ താഴത്തെ ചീക്കിന്റെ അവിടെ മാത്രമോ നിങ്ങൾക്ക് ഓയിൽനെസ് ഉണ്ടെങ്കിൽ നിങ്ങളത് കോമ്പിനേഷൻ സ്കിൻ എവിടെയെങ്കിലും മാത്രം, അല്ലെങ്കിൽ മൊത്തടുത്തുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓയിലി സ്കിൻ ആയിരിക്കും കേട്ടോ. അല്ലെങ്കിൽ ഈ ഒരു ഭാഗത്ത് മാത്രം, ബാക്കി എല്ലാ ഭാഗവും നോർമലായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോമ്പിനേഷൻ സ്കിൻ ആയിരിക്കും. അല്ല നിങ്ങൾക്ക് മുഖം മൊത്തം ഫേസ് വാഷ് ചെയ്ത് കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേന് ഡ്രൈ വലിക്കുന്നതായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡ്രൈ സ്കിൻ ആയിരിക്കും. ഒന്നും തോന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടേത് നോർമൽ സ്കിൻ ആയിരിക്കും. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഫേസിന്റെ ഒരു സ്കിൻ ടൈപ്പ് മനസ്സിലാക്കേണ്ടത്. അതനുസരിച്ച് അങ്ങനെ സ്കിൻ കെയർ റുട്ടീൻ സെറ്റപ്പ് ചെയ്യാൻ നോക്കിയാൽ നിങ്ങളുടെ ഡ്രൈ സ്കിൻ ആണെങ്കിൽ നിങ്ങൾ ഒരിക്കലും സാലിസിലിക് ആസിഡ് ബേസ് ചെയ്ത ഫേസ് വാഷ് അല്ലെങ്കിൽ ഓവറായിട്ട് സ്കിൻ ഡ്രൈ ആക്കുന്ന ഫേസ് വാഷുകളും യൂസ് ചെയ്ത്, കാരണം ഓൾറെഡി നിങ്ങൾക്ക് ഫേസിലും ഓയിൽ ഇല്ല. അപ്പൊ നിങ്ങളുള്ള ഓയിലും കൂടെ വലിച്ചെടുക്കുകയാണ്. നമ്മൾ എപ്പോഴും നാച്ചുറൽ ഓയിൽ കീപ്പ് ചെയ്യാൻ ശ്രദ്ധിക്കണം. അപ്പൊ എപ്പോഴും ജെന്റിൽ ആയിട്ടുള്ള ഫേസ് വാഷ് യൂസ് ചെയ്യാം. നിങ്ങൾക്ക് എക്സ്ഫോളിയേഷൻ വേണം എന്നുണ്ടെങ്കിൽ ഗ്ലൈക്കോളിക് ആസിഡ് ബേസ് ചെയ്തിട്ടുള്ള ഒരു ഫേസ് വാഷ് യൂസ് ചെയ്താൽ മതി. പിന്നെ നിങ്ങൾ യൂസ് ചെയ്യുന്ന മോയ്സ്ചറൈസർ എപ്പോഴും തിക്ക് ആയിട്ടുള്ള മോയ്സ്ചറൈസേഴ്സ് വേണം യൂസ് ചെയ്യാൻ. പിന്നെ സൺസ്ക്രീൻ മാറ്റ് ഫിനിഷ്ഡ് ആയിട്ടുള്ള സൺസ്ക്രീൻ സെലക്ട് ചെയ്യാതിരിക്കാനും ശ്രദ്ധിക്കാം. നിങ്ങളുടെ ഓയിലി സ്കിൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സാലിസിലിക് ആസിഡ് ബേസ് ചെയ്തിട്ടുള്ള ഫേസ് വാഷ് സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ ഒരു ജെൽ ബേസ്ഡ് ആയിട്ടുള്ള ഫേസ് വാഷ് സെലക്ട് ചെയ്യാം. മോയ്സ്ചറൈസർ ആണെങ്കിൽ എപ്പോഴും ജെൽ ബേസ്ഡ് മോയ്സ്ചറൈസർ സെലക്ട് ചെയ്യുന്നതാണ് നല്ലത്. പിന്നെ സൺസ്ക്രീൻ സെലക്ട് ചെയ്യുമ്പോൾ ഒന്നുകിൽ മാറ്റ് ഫിനിഷ് ആയിരിക്കാം അല്ലെങ്കിൽ ജെൽ ടൈപ്പ് ആയിരിക്കാം. ഒരിക്കലും തിക്ക് ആയിട്ടുള്ള സാധനങ്ങളൊന്നും സെലക്ട് ചെയ്ത്, കാരണം നമുക്ക് വീണ്ടും സ്കിൻ നല്ല ഹെവി ആയിട്ട് തോന്നും. കോമ്പിനേഷൻ ആണെങ്കിൽ നിങ്ങളുടെ ഒരു കൂടുതൽ ഓയിലി ടൈപ്പ് കോമ്പിനേഷൻ ആണെങ്കിൽ ഓയിലി സ്കിൻകാർക്കുള്ള സ്കിൻ കെയർ റൊട്ടീൻ സെലക്ട് ചെയ്യുക. അല്ല കൂടുതലും ഡ്രൈ ആണെന്നുണ്ടെങ്കിൽ ഡ്രൈ സ്കിൻകാർക്കുള്ള സ്കിൻ കെയർ റൊട്ടീൻ സെലക്ട് ചെയ്യുക. നോർമൽ സ്കിൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എപ്പോഴും ജെന്റിൽ ആയിട്ടുള്ള ഫേസ് വാഷ് സെലക്ട് ചെയ്യുക.
ഒരു ജെൽ മോയിസ്ചറൈസറും കുറച്ച് തിക്കായിട്ടുള്ള സൺസ്ക്രീനും യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. മാറ്റ് ഫിനിഷിനേക്കാളും ജെല്ലായിരിക്കും നല്ലത്, അല്ലെങ്കിൽ ഒരു ക്രീമി ടൈപ്പ് സൺസ്ക്രീൻ സെലക്ട് ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത്. പിന്നെ ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് ഇതിനകത്ത് എന്തെങ്കിലും ഇറിറ്റേഷൻ തരുന്നുണ്ടെങ്കിൽ അത് അപ്പം തന്നെ സ്റ്റോപ്പ് ചെയ്യുക. അപ്പൊ ഇങ്ങനെയാണ് നമുക്കൊരു പെർമനന്റ് ഗ്ലോ കിട്ടുന്നത്. പിന്നെ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ വീക്ക്ലി 2 പ്രാവശ്യത്തിലൊരിക്കലോ അല്ലെങ്കിൽ ആഴ്ചയിലൊരിക്കലോ ഒരു എക്സ്ഫോളിയേഷൻ നടത്തുന്നത് നല്ലതാണ്, നമുക്ക് ആ ഒരു ഗ്ലോ കിട്ടാൻ. കാരണം നമ്മൾ ഒരിക്കലും ഡെഡ് സ്കിൻ നമ്മുടെ സ്കിന്നിന്റെ മുകളിൽ ഉണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും ഗ്ലോ കിട്ടത്തില്ല. നമ്മൾ എത്ര സ്കിൻ കെയർ ചെയ്താലും ഗ്ലോ കിട്ടത്തില്ല. കാരണം ഈ ഗ്ലോ എന്ന് പറയുന്ന സാധനം ഒരു ലൈറ്റ് എഫക്റ്റ് ആണ്. അപ്പൊ നമ്മുടെ സ്കിന്നിൽ ലൈറ്റ് വന്ന് തട്ടിയിട്ട് തെറിച്ചു പോകുന്ന ഒരു പ്രോസസ്സാണ് ഈ സ്കിന്നിന്റെ ഗ്ലോ. അപ്പൊ തട്ടിയിട്ട് തെറിച്ചു പോകണമെങ്കിൽ ഡെഡ് സ്കിന്നാണ് ഇരിക്കുന്നെങ്കിൽ ആ ഒരു എഫക്റ്റ് കിട്ടത്തില്ല. അപ്പൊ നമ്മളൊരു ഡെഡ് സ്കിൻ റിമൂവ് ചെയ്യണമെങ്കിൽ, കാരണം ഡെഡ് ആയിട്ടിരിക്കുന്ന സ്കിന്നിന് ലൈറ്റിന് ഒന്നും ചെയ്യാനുള്ള കഴിവില്ല, അത് ഡെഡ് ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. പക്ഷെ നമ്മൾ തിളങ്ങുന്നത് നമ്മുടെ സ്കിന്നിന്റെ ആ ഒരു ഗ്ലോനെസ് വരുന്ന ലൈറ്റിന്റെ എഫക്റ്റ് കൊണ്ടാണ്. നമ്മളൊരു സാധനം കാണുന്നത് തന്നെ ലൈറ്റിന്റെ എഫക്റ്റ് കൊണ്ടാണ്. അപ്പൊ ആ എഫക്റ്റ് കിട്ടണമെങ്കിൽ നമ്മൾ ആ ഡെഡ് സ്കിൻ റിമൂവ് ചെയ്താൽ മാത്രമേ പറ്റൂ. അപ്പോൾ ഗ്ലോയി സ്കിന്നിന് ബേസിക് സ്കിൻ കെയർ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക. മാത്രമല്ല വീക്കിലി 1 or 2 അല്ലെങ്കിൽ വീക്കിലി 1 പ്രാവശ്യമോ അല്ലെങ്കിൽ 2 ആഴ്ചയിൽ ഒരിക്കലോ അല്ലെങ്കിൽ 3 ആഴ്ചയിൽ ഒരിക്കലും എന്ന് എക്സ്ഫോളിയേഷൻ ചെയ്യാനും ശ്രദ്ധിക്കുക. അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്, സ്കിൻ വൈറ്റനിങ് ക്രീംസിന്റെ കൂടെ നമുക്ക് കോജിക് ആസിഡ് യൂസ് ചെയ്യാൻ പറ്റുമെന്ന്. ശ്രദ്ധിക്കുക, നമ്മൾ സ്കിൻ വൈറ്റനിങ് ക്രീം യൂസ് ചെയ്യുന്ന സ്കിൻ വെളുക്കാൻ വേണ്ടിയിട്ടാണ്. കോജിക് ആസിഡ് നമ്മൾ ഹൈപ്പർ പിഗ്മെന്റേഷൻ മാറ്റാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ ഏത് ടൈപ്പ് സ്കിൻ വൈറ്റനിങ് ക്രീമാണ് യൂസ് ചെയ്യുന്നതെന്ന് ആദ്യമേ ശ്രദ്ധിക്കുക. നിങ്ങൾ യൂസ് ചെയ്യുന്നത് ഹൈഡ്രോക്വിനോണിൻ, ട്രെറ്റിനോയിൻ അടങ്ങിയ സ്കിൻ കെയർ വൈറ്റനിങ് ക്രീം ആണെന്നുണ്ടെങ്കിൽ അത് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യുന്ന ഹൈപ്പർ പിഗ്മെന്റേഷൻ മാറ്റാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സ്കിൻ കെയർ അല്ലെങ്കിൽ പ്രിസ്ക്രിപ്ഷൻ മെഡിക്കേഷൻ ആണ്. അതുപോലെ നിങ്ങൾ ലോക്കലായിട്ട് വാങ്ങിക്കുന്ന സ്കിൻ വൈറ്റനിങ് ക്രീം ആണെങ്കിൽ അതിനകത്ത് മെർക്കുറിയുടെ അളവ്, സിങ്കിന്റെ അളവ്, പിന്നെ അല്ലാത്ത കുറേ മെറ്റൽസിന്റെ അളവൊക്കെ വളരെ കൂടുതലാണ്. പിന്നെ ഞാൻ ഈ പറഞ്ഞ ഹൈഡ്രോക്വിനോണിനും ട്രെറ്റിനോയിനും ഒക്കെ അതിനകത്തും കാണും. ഇതിന്റെയൊക്കെ പ്രശ്നം എന്തെന്ന് വെച്ചാൽ നമ്മൾ ഇത് മെഡിക്കേഷനായിട്ട് യൂസ് ചെയ്യുമ്പോഴത്തേക്ക് അത് ഇത്ര ഡോസേജിൽ യൂസ് ചെയ്യാവുന്നുള്ളതുണ്ട്. അതായത് 6 ആഴ്ച, ആ 6 ആഴ്ച നമ്മൾ യൂസ് ചെയ്യേണ്ട രാത്രി മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. പിന്നെ 2 നേരം സൺസ്ക്രീൻ, 2 നേരം മോർണിംഗിൽ സൺസ്ക്രീൻ യൂസ് ചെയ്യണം, 2 നേരം ഉപയോഗിക്കാൻ പാടില്ല. 6 ആഴ്ച കൊണ്ട് തന്നെ നമ്മൾ അതിന്റെ ഉപയോഗം നിർത്തണം. കാരണം നമ്മുടെ സ്കിന്നിന് വന്നൊരു കളർ ചേഞ്ച് ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഹൈഡ്രോക്വിനോണിൻ ബേസ് ചെയ്തിട്ടുള്ള ഈ ഒരു സാധനം യൂസ് ചെയ്യുന്നത്. പക്ഷേ നിങ്ങൾ തോന്നുന്ന പോലെ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ സ്കിൻ അത് അല്ലാത്ത രീതിയിൽ അഫക്റ്റ് ചെയ്യും. എന്തൊക്കെയാന്ന് വെച്ചാൽ സ്കിന്നിന്റെ തിക്നെസ് പോവും, സ്കിൻ സൺലൈറ്റുമായിട്ട് നമ്മൾ വെയിലത്തോട്ട് ഇറങ്ങാൻ പറ്റത്തില്ല, സ്കിന്നിന്റെ ആ ഒരു ലൈറ്റ് സെൻസിറ്റിവിറ്റി ആവും സ്കിൻ. നമ്മൾ ഓവറായിട്ട് ഹെയർ ഗ്രോത്ത് വരും, പിന്നെ ഒരുപാട് സ്കിൻ ബാരിയർ ഡാമേജ് ആയിട്ട് ഓവറായിട്ട് പിമ്പിൾസ് വരും. പിന്നെ അടുത്ത ഇഷ്യൂസ് എന്ന് വെച്ചാൽ നിങ്ങൾ വൈറ്റനിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണെങ്കിൽ ഒരു പോയിന്റ് കഴിഞ്ഞ് സ്കിൻ ഓവറായിട്ട് ഡാർക്ക് ആവാൻ തുടങ്ങും. അപ്പൊ സ്കിൻ വൈറ്റനിങ് ക്രീംസ് മാക്സിമം സ്കിപ്പ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഒരു ഗ്ലോ ആണ് വേണ്ടെങ്കിൽ കോജിക് ആസിഡ്, അസലിക് ആസിഡ്, അതല്ലെങ്കിൽ ആൽഫ ആർബിറ്റിൻ അല്ലെങ്കിൽ ഗ്ലൈക്കോളിക് ആസിഡ് ബേസ് ചെയ്തിട്ടുള്ള ക്രീമുകൾ യൂസ് ചെയ്യാം. ഈ ക്രീമുകൾ ഏത് യൂസ് ചെയ്താലും സൺസ്ക്രീൻ ഫോളോ അപ്പ് ചെയ്യാൻ മറക്കണ്ട. പിന്നെ നിങ്ങൾ ഗ്ലൈക്കോളിക് ആസിഡ് ആണ് ക്രീമിൽ യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അത് നൈറ്റ്ലി യൂസ് ചെയ്യുക. കാരണം അതൊരു ചെറിയ എക്സ്ഫോളിയേഷൻ ആയതുകൊണ്ട് നിങ്ങൾ ഡെയിലി യൂസ് ചെയ്യുന്ന അത്ര നല്ലതല്ല, നൈറ്റ്ലി യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കാം. പിന്നെ എന്തൊക്കെ ക്രീം നിങ്ങൾ യൂസ് ചെയ്തെന്ന് പറഞ്ഞാലും നിങ്ങളുടെ നാച്ചുറൽ സ്കിൻ കളർ മാറ്റാൻ പറ്റില്ല. കാരണം നമ്മുടെ നാച്ചുറൽ സ്കിൻ കളർ നമ്മുടെ DNA-യിലുള്ള സാധനമാണ്. അത് നമ്മളൊരു ക്രീമോ സെറമോ ഉപയോഗിച്ച് നമുക്ക് മാറ്റാൻ പറ്റത്തില്ല. ലേസർ ട്രീറ്റ്മെന്റ്, ഗ്ലൂട്ടാതയോൺ ഒക്കെ യൂസ് ചെയ്തിട്ട് നമുക്കൊരു ചെറിയ ചേഞ്ച് വരുത്താം, ഫുഡൊക്കെ വെച്ചിട്ട് നമുക്കൊരു ചെറിയ ചേഞ്ച് വരുത്താം എന്നല്ലാണ്ട് പ്യുവർ ആയിട്ട് നമ്മൾ ഭയങ്കര ട്രാൻസ്ഫോർമേഷൻ സ്കിൻ വൈറ്റനിങ് സെറംസും ക്രീംസും യൂസ് ചെയ്ത് വരത്തില്ല. ഗ്ലൂട്ടാതയോൺ ഒക്കെ വേറൊരു രീതിയാണ്. കാരണം ഗ്ലൂട്ടാതയോൺ ഉപയോഗിച്ച് വെളുക്കൂന്ന് വെച്ചാൽ അതൊരു വെളുത്തിട്ടുണ്ട് ആൾക്കാർ, പക്ഷെ അത് ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് ഫലിക്കുന്നത്. അപ്പൊ നമുക്ക് വെളുക്കോ ഇഴുക്കൂലോ എന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പൊ നമുക്ക് അത് വേറൊരു ടോപ്പിക്കാണ്, ഞാൻ അങ്ങോട്ട് കയറുന്നില്ല. ഇതിനെ പറ്റിയിട്ടാണ് പറയുന്നത്. അപ്പം നമുക്ക് നാച്ചുറൽ സ്കിൻ കളർ ഒരു സെറമോ ഒരു മോയ്സ്ചറൈസേഴ്സോ ഒരു ക്രീമോ യൂസ് ചെയ്ത് മാറ്റാൻ പറ്റില്ല. നിങ്ങളുടെ നാച്ചുറൽ സ്കിൻ നിങ്ങൾക്ക് പക്ഷെ നല്ല ഗ്ലോ ആയിട്ട് നിങ്ങളെ സ്കിൻ ടൈപ്പ് മാക്സിമം നിങ്ങൾക്ക് നല്ല രീതിയിൽ മാറ്റാൻ പറ്റും. എങ്ങനെയാന്ന് വെച്ചാൽ നിങ്ങളിപ്പം സൺസ്ക്രീൻ ഉപയോഗിക്കുന്നില്ല, അപ്പൊ ഫേസിൽ നല്ല ടാനിങ് കാണും. പിന്നെ നിങ്ങൾ പ്രോപ്പറായിട്ട് എക്സ്ഫോളിയേഷൻ നടത്തുന്നില്ല, ആ ഒരു ഡൾനെസ് ഫേസിൽ കാണും. അപ്പൊ ഇതൊക്കെ നിങ്ങൾ പ്രോപ്പറായിട്ട് സ്കിൻ കെയറും സൺസ്ക്രീനും ഒക്കെ യൂസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു സ്കിന്നിൽ നല്ല എഫക്റ്റ് മനസ്സിലാവും. പിന്നെ നിങ്ങൾ സ്കിൻ കെയർ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ ഫുഡിലും വാട്ടറിലും ഒക്കെ ശ്രദ്ധിക്കുമ്പോൾ നമ്മുടെ സ്കിന്നിന് ആ ഒരു വ്യത്യാസം നന്നായിട്ട് മനസ്സിലാവും. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു സ്കിൻ വൈറ്റനിങ്ങിന് പോവാതെ എപ്പോഴും ഹെൽത്തി സ്കിൻ പ്രിഫർ ചെയ്യുന്നതാണ് നല്ലത്. സ്കിൻ വൈറ്റനിങ് ഒരു കുറെ വെളുത്ത സ്കിൻ ഉണ്ടായിട്ട് അതിന് ഭംഗി, അത് നമുക്ക് ഹെൽത്തി അല്ല എന്നുണ്ടെങ്കിൽ കാര്യമില്ലല്ലോ. ഹെൽത്തി അല്ലേ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അപ്പൊ എപ്പോഴും ഹെൽത്തി സ്കിന്നിലോട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുക. വൈറ്റ് സ്കിന്നിന്റെ ആ ഒരു ഇത് വിടുകയാണ് ഏറ്റവും നല്ലത്. പിന്നെ ഈ സ്കിൻ വൈറ്റനിങ് ക്രീമും കോജിക് ആസിഡ് ഒരുമിച്ച് ഉപയോഗിക്കാന്ന് വെച്ചാൽ ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. കാരണം കോജിക് ആസിഡ് നമുക്ക് എന്തിൻ്റെ കൂടെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. പക്ഷെ ഞാൻ ഒരിക്കലും സ്കിൻ വൈറ്റനിങ് ക്രീംസ് പ്രിഫർ ചെയ്യുന്ന ഒരാളല്ല. അതിപ്പോൾ എൻ്റെ വീഡിയോ സ്ഥിരം കാണുന്നവർക്ക് നന്നായിട്ട് അറിയാം. കാരണം
അത് ഞാൻ നാച്ചുറൽ സ്കിന്നിൽ വിശ്വസിക്കുന്ന ആളാണ്, ഹെൽത്തി സ്കിന്നിൽ വിശ്വസിക്കുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ ഞാനൊരു സ്കിൻ വൈറ്റനിങ് ക്രീം റെക്കമെൻഡ് ചെയ്യത്തില്ല. അത് ഏറ്റവും നല്ല അഴുക്ക സാധനമാണ്. പക്ഷെ എൻ്റെ ഏറ്റവും കൂടുതലായിട്ട് ആൾക്കാർ ചോദിക്കുന്ന സാധനം സ്കിൻ വൈറ്റനിങ് ക്രീമാണ്. അപ്പൊ എപ്പോഴും ഞാൻ പറയുന്ന കാര്യമാണ്, നാച്ചുറൽ സ്കിൻ നമുക്ക് ഒരിക്കലും മാറ്റാൻ പറ്റത്തില്ല സെറമോ ക്രീമോ മോയ്സ്ചറൈസേഴ്സോ യൂസ് ചെയ്തിട്ട്. നമ്മൾ പക്ഷെ ഒരു ഹൈപ്പർ പിഗ്മെന്റേഷൻ ടാനിങ് ഒക്കെ മാറ്റി സൺസ്ക്രീൻ ഒക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നാച്ചുറൽ സ്കിന്നിന്റെ ഗ്ലോനെസ് കൂട്ടാൻ പറ്റും. അതിന്റെ ബ്യൂട്ടി എപ്പോഴും ഒന്ന് വേറെ ആയിരിക്കും ചെയ്യും. അപ്പൊ ലാസ്റ്റ് വീക്ക് വന്ന കോമൺ ആയിട്ടുള്ള ഡൗട്ടുകൾ വെച്ചിട്ടാണ് ഞാൻ ഇന്നത്തെ Q&A ചെയ്തത്. ഇതുപോലത്തെ എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ ചോദിച്ചാൽ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്യുന്നതാണ്. പിന്നെ ഈ ഒരു വീഡിയോ പറ്റിയുള്ള അഭിപ്രായം എന്തായാലും കമന്റ് ബോക്സിൽ പറയാം. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഇതുപോലത്തെ സ്കിൻ കെയർ ആൻഡ് ഹെയർ കെയർ വീഡിയോ ആയിട്ട് എല്ലാ തേഴ്സ്ഡേസിലും സൺഡേസിലും ട്യൂസ്ഡേസിലും ഞാൻ വരുന്നവരെ. ഇറ്റ്സ് ലക്ഷ്മി സൈനിങ് ഓഫ്.